പിശാച് എത്ര പ്രവർത്തിച്ചാലും, ലംബായി എന്ന് പറഞ്ഞാൽ നീളത്തിലും വീതിയിലും ശക്തിയിലും പിശാച് എത്ര കയറിയാലും, നമ്മൾ പ്യോർ ആണെങ്കിൽ ജയം നമ്മുടെയാണ്. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സംഭവിക്കാൻ പോകുന്നത് അത് തന്നെയാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഒന്നുറക്കെ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പരിപാടി കണ്ടോ നിങ്ങൾ? ദൈവം എത്ര അഗോചരമായ ദൈവമാണ്. അത്ഭുത മന്ത്രി, അവൻ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി വലിയ. നമ്മൾ ചിന്തിക്കുമ്പോൾ ഇരുന്ന് ചിന്തിച്ച് ലയിച്ച് കർത്താവ് സ്തോത്രം 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 അങ്ങ് പറഞ്ഞു പോകും. ദൈവത്തിൻ്റെ പ്രവൃത്തി അത്രയും മനോഹര പ്രവൃത്തിയാണ്. ഇതൊക്കെ വായിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിരുന്നോ? I believe that you are listening the first time. Really? Yes, I know it. കേരളക്കരയിൽ ഈ സംഭവം ഇന്ന് വരെ വന്നിട്ടില്ല. അതിന് കാരണം പറഞ്ഞുതരാം. വചനം പറയുന്ന ദാനിയേൽ ദൈവം പറയുകയാണ്, അന്ത്യകാലം ആകുമ്പോൾ ബുദ്ധി വർദ്ധിക്കും. അതാണ്. ദൂരെ നിൽക്കുമ്പോൾ അത് എന്തോ അത് എരുമയാണോ പശുവാണോ മനസ്സിലായില്ല. പക്ഷെ അടുത്ത് പോയപ്പോഴത്തേക്ക് എന്തോ തെളിഞ്ഞ് വരുന്നുണ്ടോ, അയ്യോ അത് പശുവാണെന്ന് തോന്നുന്നല്ലോ. കുറച്ചുകൂടെ അടുത്ത് പോയി, അയ്യോ അത് പശുവല്ല, അത് കല്ലാണല്ലോ അത്. അപ്പോൾ അടുത്ത് പോയപ്പോഴാണ് മനസ്സിലായ സംഭവം എന്താ. അപ്പോഴാണ് മനസ്സിലായ സംഭവം എന്താണ്. അപ്പോൾ പ്രവചനങ്ങൾ എഴുതിയപ്പോൾ ദൂരെ നിന്ന് നോക്കുമ്പോൾ എന്താണ് ഊഹിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ സന്ദർഭം സമയം അടുത്ത് വന്നപ്പോൾ മനസ്സിലായി, അയ്യോ ഇത് അതാ പറഞ്ഞ അന്ത്യകാലം വരുമ്പോൾ ബുദ്ധി തുറക്കും. Yeah, brother, thank you very much. This is the time. അതാണ് സംഭവം. അന്ത്യകാലം അടുത്തു. ഈ 3 ദിവസം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ സന്തോഷിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ മഹത്വം ഓർക്കെ പറഞ്ഞു ഹല്ലേലൂയ. പോരാ ദൈവം മക്കളെ. ദൈവം ഈ വിലപ്പെട്ട മുത്തുകൾ തരുമ്പോൾ ഇത് പോരാ. ഓർക്കെ പറ ഹല്ലേലൂയ. हालेलुया, प्रेज द लॉर्ड. परमेश्वर को महिमा मिलने पाए. അപ്പോൾ പിശാച് ലബോറട്ടറി പണിഞ്ഞ് ഇങ്ങനെ എടുത്തു നോക്കിയാൽ മല്ലന്മാർ അവിടെയായി. ദൈവം തന്ന യേശുവിനെ പുറത്തു കൊണ്ടുവന്നു. തടഞ്ഞു ആരെങ്കിലും? തടയാൻ വന്നു ആൾക്കാർ. സംഭവിച്ചോ? ഇല്ല. ദൈവത്തിന് രാഷ്ട്രം പുറത്തു വന്നു. ദൈവം പേര് അവിടെ സ്ഥാപിക്കുന്നു, ഇസ്രായേൽ രാഷ്ട്രമായി മാറി. യുദ്ധം ചെയ്തു. തോറ്റ ആരാ അവിടെ? പിശാചിൻ്റെ റേസ്. ഇനി ഈ സംഭവം നിങ്ങളുടെ മനസ്സിലിരിക്കുമ്പോൾ നിങ്ങൾ അവിടെ ശ്രദ്ധിക്കണം. ഒന്ന് മിസ്രൈം, ठीक है. ആദ്യം ബാബിലോൺ, മിസ്രൈം, പിന്നെ അശൂർ. ഓക്കെ, ഈ 3 കിങ്ഡം നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഇത് ഉണ്ടാക്കിയാൽ ഇതിന് നിമ്രോദ്. ആരുണ്ടാക്കിയതിന്? നിമ്രോദ് ഉണ്ടാക്കി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിക്കണം. ദാവീദ്. ആരാ? ദാവീദ്. ദൈവം ദാവീദിൽ അഭിഷേകം ഇട്ടു. ദാവീദിൽ അഭിഷേകം ആരാകാൻ വേണ്ടിയിട്ട്? രാജാവാകാൻ വേണ്ടി ദൈവം അഭിഷേകം ഇട്ടത്. ഇനി ദാവീദിൽ നിന്ന് മസീഹ വരാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ദാവീദിനെ അഭിഷേകം ചെയ്തപ്പോഴും ലോകം ഓനെ മനസ്സിലാക്കിയില്ല. ആരാവൻ? ആരുമില്ല. നോബഡി. എന്താ? അവിടെ ഒരാളെ നിപ്പുണ്ട്, ഷൗൽ ഉള്ളപ്പോൾ ദാവീദിന് ഒരു ഐഡന്റിറ്റി പെട്ടെന്ന് വരത്തില്ല. ഗോട്ട് മീ പാസ്റ്റർ? ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ചെയ്ത പരിപാടിയാണ് ഗോലിയാത്തിനെ പൊക്കി. ഗോലിയാത്തിനെ അവനാരാ? മല്ലൻ. അവനാരാ? മല്ലൻ. ഞാൻ ചിന്തിച്ച കാര്യം എങ്ങനെയാണ് എന്താ അറിയോ? ദൈവം ഇവനെ പൊക്കി കൊണ്ടുവന്നപ്പോൾ ഇവൻ വെല്ലുവിളിക്കുക. ദിവസം എത്ര? 40 ദിവസം രാവിലെയും വൈകിട്ടും അദ്ദേഹം പ്രസംഗിക്കും. താങ്ക് യു സിസ്റ്റർ, താങ്ക് യു വെരി മച്ച്. രാവിലെയും വൈകിട്ടും അദ്ദേഹം വെല്ലുവിളിക്കുക. അപ്പം വെല്ലുവിളി കേൾക്കുമ്പോൾ ഏകദേശം ഒരു 13 അടി ഉള്ള ഒരാളാണ് ഗോലിയാത്ത്. ഞാൻ എത്ര? 6 അടി. ഇനിയും നിങ്ങൾ നോക്കണം, ഈ ഇതേ നീളം മുകളിൽ വെച്ചാട്ടെ. അപ്പോൾ ഇതൊക്കെ പൊട്ടി മേളിൽ പോകും. ഓക്കെ, പ്ലസ് ഒരടിയും കൂടെ 13 അടിയുള്ള ഒരാൾ, അജാനബാഹുവായിരിക്കുന്ന മനുഷ്യൻ നിൽക്കുകയാണ്. അവൻ്റെ തൊണ്ടയുടെ വോക്കൽ കോഡിൻ്റെ പവർ എത്ര ആയിരിക്കും? അവൻ വെല്ലുവിളിക്കുകയാണ്. അപ്പോൾ ഇസ്രായേൽ ഓടി. റേസ് പ്യോറാ, പക്ഷെ അഭിഷേകം പുറത്ത് വരണം. അഭിഷേകം ഒളിഞ്ഞിരിക്കുകയാണ്. ആരും അതിനെ മനസ്സിലാക്കിയില്ല. അഭിഷേകത്തെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ദൈവം പൊക്കിയ ഒരു വ്യക്തിയാണ് ഗോലിയാത്ത്.
You got me now? അപ്പം കഷ്ടം എന്താണ് വന്നത്? കഷ്ടതയിൽ അവൻ ഏറ്റവും praise the Lord, hallelujah. അപ്പോൾ ഗോലിയാത്ത് പൊങ്ങിയില്ലായിരുന്നെങ്കിൽ ദൈവം സ്റ്റേജിൽ വരുമോ പാസ്റ്റർ? ഇനി നിങ്ങൾ 40 ദിവസം വരെ ഗോലിയാത്ത് ദാവീദിനെ കാണുന്ന വരെ വെല്ലുവിളിച്ചു. അവന് വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ഞെട്ടി കൂട്ടി അവരെ തൂക്കി ദൂരെ കളയായിരുന്നു, ചവിട്ടി കൂട്ടി പൊടി വാരാമായിരുന്നു ഇസ്രായേലിൻ്റെ. പക്ഷെ 40 ദിവസം വരെ അവന് ക്ഷമയോടെ, ദീർഘക്ഷമയോടെ അവൻ വെല്ലുവിളിക്കുക. എന്താ കാരണം? ഒരു ദിവസം കൊണ്ട് ചെയ്യുന്ന കാര്യം 40 ദിവസം എന്താ താമസിച്ചത്? ദൈവം അവൻ്റെ ബുദ്ധിയെ കെടുത്തിയെന്നേ. ദൈവം അവനെ ഉയർത്തിയ കാര്യം ചെയ്യാൻ വേണ്ടി അവൻ ചെയ്യും, അതിനപ്പുറം ചെയ്യത്തില്ല. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായോ? പ്രശ്നം വരുന്നു, നമ്മളെ കൊല്ലുന്നുമില്ല, അത് പോകുന്നുമില്ല. ഹല്ലേലൂയ. പ്രയാസമുണ്ടായി, അത് മാറുന്നുമില്ല, അതങ്ങോട്ട് പോകുന്നുമില്ല. അത് വെല്ലുവിളിക്കുക. ഗോലിയാത്ത് ജനിച്ചപ്പോൾ കുട്ടിയായിരുന്നു, നോർമൽ. പക്ഷെ അവനിൽ ആ DNA ആക്ടിവേറ്റ് ആയപ്പോൾ അവൻ ആള് മാറി, രൂപം മാറി. ആദ്യം കണ്ടപ്പോൾ ചെറിയ പ്രശ്നം, നോർമൽ പ്രോബ്ലം. നമ്മൾ ചുമ്മാ ചെറിയ പ്രശ്നമല്ലേ അത്. പക്ഷെ പിശാച് കയറി പ്രവർത്തിച്ചു, DNA ആക്ടിവേറ്റ് ആയി, ആള് മാറി, പ്രോബ്ലം വേറെയായി. അന്നേരം പേടി തുടങ്ങി. അന്നേരം ഹല്ലേലൂയ, ആകെപ്പാടെ കുഴപ്പമായി. അന്നേരം പ്രശ്നം നോർമലായിരുന്നു, പിശാച് കയറി ഇടപെട്ടപ്പോൾ പ്രശ്നം വലുതായി, രൂപം മാറി, വെല്ലുവിളിയുടെ ശബ്ദം കൂടി. അവിടെ ഇസ്രായേൽ കിടുകിട വിറച്ചവിടെ. ഹല്ലേലൂയ. എന്നാൽ എന്തുകൊണ്ട് അവിടെ പേടിച്ചേ? നിങ്ങൾക്കറിയാമോ? അവൻ വെല്ലുവിളിച്ചപ്പോൾ ഇസ്രായേൽ ആ വെല്ലുവിളിയെ തൻ്റെ മുകളിലെടുത്തു. അവിടുത്തെ അവർ എന്നെയാ വെല്ലുവിളിക്കുന്നത്, അയ്യോ എന്നെയാ വെല്ലുവിളിക്കുന്നത്. പക്ഷെ ദാവീദിന് മനസ്സിലാടാ, ഇവൻ ഇസ്രായേലിനെ അല്ല ദൈവത്തെ വെല്ലുവിളിച്ചത്. ഹല്ലേലൂയ. അഭിഷിക്തൻ പുറത്തു വരുമ്പോൾ അവന്റെ റെസ്പോണ്ട് ദൈവികമായിരിക്കും. പ്രോബ്ലത്തെ ഫേസ് ചെയ്യുമ്പോൾ റെസ്പോണ്ടിങ് അത് ദൈവികമാക്കണം, അത് മാനുഷികമാക്കാൻ പാടില്ല. മാനുഷികമായി കഴിഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോകും. ദൈവികമായി കഴിഞ്ഞാൽ യു വിൽ സ്റ്റാൻഡ് ദേർ. അതറിയാൻ പറഞ്ഞേ, പിശാചിന് മുമ്പാകെ നിങ്ങൾ എതിർത്ത് നിൽക്കണം, എന്നാൽ അവൻ ഓടിപ്പോകും. I like you. Praise the Lord. Hallelujah. Really, I like her. Praise the Lord. ദൈവം അനുഗ്രഹിക്കട്ടെ അമ്മച്ചി, ദൈവം അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. പ്രശ്നം വലുതായി, ഇസ്രായേൽ ഓടി. നിങ്ങൾക്ക് മനസ്സിലായോ? ഇസ്രായേൽ ചുരുങ്ങി. ഇപ്പം ഈ സിംഹം വേട്ടയാടുന്ന മുൻപേ കാല് പുറമോട്ടെടുക്കും. എന്താ അറിയോ? കൊതിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഇസ്രായേൽ മനുഷ്യനെ നോക്കിയപ്പോൾ പുറമോട്ട് പോവുകയാണ്. ഇസ്രായേൽ ഓടുകയാണ്. പക്ഷേ അത് ഓട്ടമല്ലായിരുന്നു. പിശാച കണ്ടപ്പോൾ അത് ഓട്ടമാണ്. പക്ഷെ ഓട്ടമല്ല, അഭിഷേകം പുറത്തു വരാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, അന്ത്യകാലത്തിൽ പീഡനം ഉണ്ടാകുമ്പോൾ അതിനെ ഫേസ് ചെയ്യേണ്ടിയ ജഡത്തിലല്ല, അഭിഷേകത്തിലായിരിക്കണം. ഹല്ലേലൂയ. പീഡനം ഉണ്ടാകും സഹോദരന്മാരെ. I will prove it here that we will go through tribulation, definitely. But what I am saying here, we can be overcomer. അതാ ജയിക്കുന്നവർക്ക് ഞാൻ ഈ കല്ല് കൊടുക്കുന്നു. സോ ഞാൻ കരയിപ്പിക്കാൻ വേണ്ടിയല്ല വന്നത്, പേടിപ്പിക്കാൻ വേണ്ടിയല്ല വന്നത്. പീഡനത്തെ കാണുമ്പോൾ നിങ്ങളെ കട്ടിലേക്ക് കയറ്റി മത്ത പതിപ്പിച്ച് കിടടെ വിറപ്പിക്കാൻ വേണ്ടി അല്ല വന്നത്, ജയത്തിന്റെ വചനമായിട്ടാണ് വന്നത്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ചില വ്യക്തികൾ പീഡനം കേൾക്കുമ്പോൾ ഓടിപ്പോകും, ഭയപ്പെട്ട് ഓടിപ്പോകും. പക്ഷെ ദൈവമക്കളെ, പീഡനം നമ്മളെ പൊക്കുന്ന ഉയർത്തുന്ന സംഭവമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവേ, അങ്ങേക്ക് മഹത്വം ഉണ്ടാകട്ടെ ദൈവമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. Hallelujah.
കർത്താവേ, അഭിഷേകം പുറത്തു വരട്ടെ കർത്താവേ. കർത്താവേ, ആ ശഖേരനാഥയുടെ വ്യാപരിക്കട്ടെ കർത്താവേ. Jesus, hallelujah, hallelujah, hallelujah. Praise the Lord, praise the Lord, praise the Lord. Jesus, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Hallelujah. 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 Praise the Lord. മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ, മടങ്ങി വരട്ടെ. ദാവീദ് പുറത്ത് വന്നു. ദാവീദ് ഗോലിയാത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി. ദൈവം കൊടുത്ത ടാസ്ക് ഗോലിയാത്ത് അവിടെ അറിയാതെ ചെയ്തെടുത്തു. ദാവീദ് പുറത്ത് വന്നു. ഹല്ലേലൂയ. ഇനി ഗോലിയാത്തിനെ കൊല്ലാൻ വേണ്ടി ദാവീദ് എടുത്തത് എന്താ അറിയാവോ? ഒരു കല്ല്. 5 കല്ലുണ്ട്, പക്ഷെ ഒരു കല്ലുകൊണ്ട് കാര്യം കഴിഞ്ഞു. ഒരു കല്ല്. എന്തുകൊണ്ടാണ് കല്ലെടുത്തത്? ഞാനൊരു കാര്യം പറയട്ടെ. അതൊരു പ്രവചനമാണ്. അതൊരു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന അത് തന്നെ വാസ്തവം. അതൊരു പ്രവചനമാണ്. നബൂഖദ്നേസർ കണ്ട സ്വപ്നം, ആ ബിംബത്തെ തകർക്കുന്ന ആരറിയാമോ? ഒരു കല്ല. അത് വെളിപ്പാടുള്ളവർക്ക് മനസ്സിലാകത്തുള്ളത്. ഹല്ലേലൂയ. ദാവീദ് എടുത്തത് ആ വെളിപ്പാടിലായിരുന്നു. അഭിഷിക്തൻ പുറത്തു വരുമ്പോൾ വെളിപ്പാട് തന്നെ വരുമനെ. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്ത് വെളിപ്പാടുണ്ടാക്കുന്ന അഭിഷിക്തന്മാർ പുറത്തു വരണം. I do like really. ദൈവം എത്ര വലിയവനാകുന്നു. വല്ലഭൻ. He's a glorious God, glorious God, beyond transcends us. നമ്മുടെ ബുദ്ധിമണ്ഡലത്തെ അതീതമായി ദൈവം നിൽക്കുന്നു. പക്ഷെ ആ അതീതമായ പ്രവൃത്തിയെ അഭിഷേകത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആർക്കും മനസ്സിലായില്ല ദാവീദ് ചെയ്യുന്നത് എന്താണെന്ന്. ഇവിടെ കല്ലുകൊണ്ടോ? യെസ്, കല്ലുകൊണ്ട്. യഹോവയുടെ നാമത്തിൽ, യഹോവയുടെ Hallelujah. Praise the Lord. Praise the Lord. Hallelujah. ആ സംഭവം ശരിയാ കേട്ടോ. അപ്പോൾ അതിൽ ഒരുപാട് കാര്യമുണ്ടെങ്കിലും I'm not going to waste my time here. Okay? പക്ഷേ കല്ല് എറിഞ്ഞപ്പോൾ ഗോലിയാത്ത് പുറമോട്ട് വീഴേണ്ട സ്ഥാനത്തിൽ വീണ എങ്ങോട്ടാ? എന്താ വീണ എങ്ങോട്ട്? ഗോലിയാത്തിൽ വ്യാപരിച്ച് ആരറിയാവോ? ആരാ വ്യാപരിച്ചത്? Yes, Pastor, you are right. Praise the Lord. But let me clarify it more here. ഫിലിസ്തീയ ദേശത്തെ കീഴടക്കി വാഴുന്ന ശക്തിയാണ് ദാഗോൻ ശക്തി. ആരാ? നിമ്രോദ് ലാംഗ്വേജ് സ്പ്ലിറ്റ് ആയപ്പോൾ 70 ഭാഷയിൽ നിമ്രോദിന്റെ കഥകൾ പോയി. നിമ്രോദ് തന്നെയാണ് ദാഗോൻ. ആരാ? ദാഗോൻ. ദാഗോൻ. ഇനിയും ശമൂവേലിൻ്റെ സമയത്ത് ഏലിയുടെ മക്കളൊക്കെ യുദ്ധം ചെയ്ത സമയത്ത് യഹോവയുടെ പട്ടകം എങ്ങോട്ട് പോയി? ദാഗോന്റെ ക്ഷേത്രത്തിൽ പോയി. നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. അവിടെ കല്ലില്ലേ, കല്ല്. ഈ ദാഗോൻ ആരാ? അവിടെ കല്ല്. കണ്ണുണ്ടെങ്കിലും കാണത്തില്ല. പക്ഷെ എങ്കിലും വീണു. അത് എന്താ വീണത്? കല്ലിലൊന്നും ഇല്ലേ? വിഗ്രഹത്തിലൊന്നും ഇല്ലേ? ഉണ്ടെന്നേ, ഉണ്ട്. പക്ഷെ തമ്പുരാന്റെ പെട്ടകം അവിടെ ചെന്നപ്പോൾ ആ ശക്തിക്ക് മുട്ടുമടക്കിയേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ആ സംഭവം അതാണ് അവിടെ. ദൈവം അപ്പം ഞാൻ പറഞ്ഞ സകല മുഴങ്കാലും എൻ്റെ മുമ്പാകെ നടക്കും. ഒരു മുട്ട് പോലും നേരെ നിൽക്കത്തില്ല. ദയ്യം വന്നാൽ ദൈവം വന്ന് മടക്കി മുട്ടും അവിടെ. He has to bow down there. അവൻ കമന്ന് വീണ അവിടെ, പൊങ്ങാൻ പറ്റത്തില്ല. രാവിലെ ആൾക്കാർക്ക് വന്ന് നോക്കി, അയ്യോ ദാഗോനെ വീണെടുക്കുവാ, ദാഗോൻ വീണ് കിടക്കുക. അവർ ദാഗോനെ വീണ് പൊക്കി. നിങ്ങൾ ദാഗോന്റെ വെപ്രാളം ഒന്ന് ഓർത്ത് നോക്കിക്കട്ടെ. ദാഗോനെ പറയാൻ വേണ്ടി വായില്ലല്ലോ അവിടെ. ദാഗോൻ വീണ് കിടക്കുക. പക്ഷെ ഇവർ വീണ്ടും പൊക്കുമ്പോൾ ദാഗോന് എന്തോ അവസ്ഥ എന്തായിരിക്കും? ദാഗോന്റെ അകത്ത് കിടക്കുന്ന ഓടുന്നത് അവന് പറയാൻ പറ്റുമോ? സംഭവം ആകെപ്പാടെ കുഴപ്പമായി കിടക്കുക.
പക്ഷെ അവനെ പൊക്കി വീണ്ടും അവനെ പൊക്കി അവിടെ നിർത്തിയപ്പോഴത്തേക്ക് അടുത്ത ദിവസം വന്നപ്പോഴത്തേക്ക് തല പോയി, കൈപ്പത്തി പോയി. നിങ്ങൾ ശ്രദ്ധിക്കണം, ദാവീദിൽ വ്യാപരിച്ച അഭിഷേകം ദൈവത്തിന്റെ അഭിഷേകമാണ്. ഗോലിയാത്തിൽ വ്യാപരിച്ച അഭിഷേകം ആരുടെ അഭിഷേകമാണ്? ദാഗോന്റെ അഭിഷേകമാണ്. ഓക്കെ, കൊല്ലപ്പെടുന്ന മുൻപേ ആ ശക്തി ദാവീദിൽ ഉള്ള ശക്തിയെ കാണുകയാണ്. അപ്പോൾ അവന് പരിചയമുണ്ട്, കമന്ന വീണ് പരിചയമുണ്ട്. അവന് എടാ ഇതാ ശക്തിയാണല്ലോ, ഹല്ലേലൂയ. അവൻ കമന്ന് വീണു അവിടെ. അപ്പോൾ ദാവീദിന്റെ മനസ്സല്ല, അഭിഷേകമാണ്. കാരണം ആ അഭിഷേകം ദാഗോന് തല വെട്ടിയായിരുന്നു. ആ സംഭവം വീണ്ടും ചെയ്യണം. ദാവീദ് അറിയാതെ അഭിഷേകം ഓടിപ്പിക്കുകയാണ്. എന്താ അറിയാമോ? അവിടെ തല വെട്ടാൻ വേണ്ടി തല വെട്ടി. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. परमेश्वर को महिमा मिलने पाए. ദൈവം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഹല്ലേലൂയ. അടുത്ത സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. ദാവീദ് കൊന്നു കളഞ്ഞപ്പോൾ സ്ത്രീകൾ പൊങ്ങി അവിടെ. ദൈവദാസന്മാർ ശോഭിക്കുമ്പോൾ സ്ത്രീകൾ പൊങ്ങും അവിടെ. പിശാച് ചെയ്യുന്ന പരിപാടിയാണ്. പാട്ടുപാടി. എന്താ പാട്ടുപാടി? ശൗൽ 1000 കൊന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ സംഭവം ദാവീദ് കേട്ടപ്പോൾ ദാവീദ് വീർത്തു. യുദ്ധം ആർക്കുള്ളതാ? ആ വാള് ദാവീദ് എവിടെ കൊണ്ടാ വെച്ചത്? പിന്നെ ആർക്കും പറയാമോ? പറ, എവിടെ പറഞ്ഞു വെച്ചത്? ആലയത്തിന്റെ തൂക്കി. ഭയങ്കര സംഭവ. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ കാര്യം പറയട്ടെ, ഈ ദാവീദ് ശൗലിനെ പേടിച്ചോടിയപ്പോൾ അവൻ പുരോഹിതൻ്റെ അടുത്ത് പോയി. പുറകെ വാളുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടെന്ന് പറഞ്ഞു. ആ വാൾ എവിടെ ഇരിക്കുമായിരുന്നു? യഹോവയുടെ മുൻപാകെ ഇരിക്കുമായിരുന്നു. ഞാൻ പറയാം ഒരു കാര്യം, ദാവീദ് സർവമഹത്വം കൊടുത്ത ആർക്കാ? ആ വാള് കൊടുത്ത ആർക്കാ? കർത്താവ്, യുദ്ധം ചെയ്ത ഞാനല്ല, അങ്ങാ ചെയ്തത്. ജയമുണ്ടാകുമ്പോൾ അതിന് പ്രശംസ പോകേണ്ടത് ദാവീദിനല്ല, ദൈവത്തിനാണ് പോകേണ്ടത്. ശൗൽ ഇത് ചെയ്തില്ല, ദാവീദ് ഇത് ചെയ്തു. അത് ലോകം പുകഴ്ത്തിയപ്പോൾ അവൻ പൊങ്ങിയില്ല. അവൻ താഴ്മയോടെ സർവമഹത്വം ദൈവത്തിന് തന്നെ കൊടുത്തു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മൾ അത് ചെയ്യണം. We must do the same. Hallelujah. Time is running here. And I want to have a break here. And evening time, വൈകിട്ട് നമുക്ക് കേൾക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ, ഈ സംഭവങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലാക്കണം. നിങ്ങൾ വീട്ടിൽ പോകുമ്പോൾ നിങ്ങൾ ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം. കർത്താവേ, വൈകിട്ട് ഞാൻ പോകുമ്പോൾ ആഴമായ കാര്യം കേൾപ്പാൻ നിന്നെ സഹായിക്കുമാറാകണം. ഹല്ലേലൂയ. ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു വിടും, അനുഗ്രഹിച്ചു വിടും. जोर से बोलेंगे हालेलुया. सबको मेरा सलाम. Praise the Lord. To be a partner with Gospel Revolution, call us on 09400400987 or 09400411555. For more information, visit our website on www.gracefornations.org.